program to find the roots of a quadratic equation. ആ പ്രോഗ്രാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക, ax² + bx + c = 0. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ്റെ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് രണ്ട് റൂട്ട്സ് ഉണ്ടായിരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്. രണ്ട് റൂട്ട് അല്ലെങ്കിൽ ഒരു റൂട്ടാവും. 1 or 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ ഓർ കോംപ്ലക്സ് റൂട്ട്സ് ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാവുക. അതായത് സിംഗിൾ റിയൽ റൂട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ഇമാജിനറി റൂട്ട്സ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിന് ഇൻപുട്ടായിട്ട് കൊടുക്കുക? ax² + bx + c എന്നുള്ളത് നമുക്ക് അങ്ങനെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് 3 വാല്യൂസ് ഉണ്ട് അവിടെ, a b c. ഈ 3 വാല്യൂസും എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇൻപുട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a b c എന്ന് പറഞ്ഞ 3 വാല്യൂസ് ആയിരിക്കും. ഇതിൽ എയും ബിയും സിയും ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ a b c എന്ന് പറഞ്ഞ 3 ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസാണ് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് നമുക്ക് 1 റിയൽ റൂട്ട് വരാം, അല്ലെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് വരാം, അല്ലെങ്കിൽ 2 ഇമാജിനറി റൂട്ട്സും വരാം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കേസസ് ഉണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ. ആ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാൽ ഒന്നുകൂടെ പറയാം. ഡിസ്ക്രിമിനൻറ്റ് ഡി എന്ന് പറഞ്ഞാൽ b² - 4ac എന്നാണ് ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. d = b² - 4ac. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ b² - 4ac, അതായത് d കണ്ടുപിടിക്കുക. എന്നിട്ട് ഡിയുടെ വാല്യൂ പോസിറ്റീവാണോ നെഗറ്റീവാണോ 0 ആണോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് 3 കേസാണ്, d is പോസിറ്റീവ്, d is 0 or d is നെഗറ്റീവ്. അപ്പോൾ d പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണുള്ളത്. ഫസ്റ്റ് റൂട്ട് -b + √d/2a ആൻഡ് സെക്കൻഡ് റൂട്ട് -b - √d/2a. ഇനി ഡിസ്ക്രിമിനൻറ്റ് 0 ആണെങ്കിൽ ഒറ്റ റൂട്ടേ ഉള്ളൂ, അതായത് -b/2a ആയിരിക്കും റൂട്ട്. ദെൻ ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ 2 കോംപ്ലക്സ് റൂട്ട്സ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ -b/2a + √-d/2ai or i -√-d/2a. ഇനി അതിൻ്റെ സെക്കൻഡ് റൂട്ട് -b/2a - i √-d/2a. അപ്പോൾ ഇത്രയും ഈ 3 കേസാണ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് വരും നോക്കാം. a b c 3 വേരിയബിൾസ് വേണം. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ടാണ്. 2 റൂട്ട്, മാക്സിമം 2 റൂട്ടാണ് ഉണ്ടാവുക. അപ്പോൾ r1 r2 എന്ന് നമുക്ക് 2 വേരിയബിൾസ് എടുക്കാം റൂട്ടിന് വേണ്ടിയിട്ട്. ഇത് റിയൽ റൂട്ട്സ് ആണെങ്കിലുള്ള കേസാണ്. ഇനി നമുക്ക് ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കാൻ d എന്നൊരു വേരിയബിൾ വേണം. ഇനി ഇമാജിനറി റൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് 2 ടേം ഉണ്ട്, -b/2aയും പിന്നെ i √-d/2a. ഇങ്ങനെ 2 ടേംസാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇതിനകത്ത് i എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ, അതായത് നമുക്ക് കോംപ്ലക്സ് നമ്പറിനെ ഹാൻഡിൽ ചെയ്യാൻ സിയിലൊന്നുമില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, നമുക്കിത് കോംപ്ലക്സ് നമ്പറാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടത്. എനിക്കിപ്പോൾ 3 - 2i ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലൊക്കെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ 3 പ്രിൻറ്റ് ചെയ്യുക, മൈനസ് പ്രിൻറ്റ് ചെയ്യുക, 2 പ്രിൻറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് i എന്നും കൂടെ പ്രിൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുക. അപ്പോൾ i എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് എഫിനകത്ത് നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ സ്ട്രിങ്ങിൽ i എന്ന് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ i തന്നെ കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ 2 വാല്യൂസ് ആയിട്ടാണ് കോംപ്ലക്സ് റൂട്ടാണെന്നുണ്ടെങ്കിൽ ആ റൂട്ടിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇമാജിനറി പാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ img എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് a b c എന്ന് പറഞ്ഞ 3 കോഎഫിഷ്യൻസ് നമുക്ക് ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കണം, അത് d. നമ്മുടെ 2 റിയൽ റൂട്ട്സ് ആയിരിക്കുമ്പോൾ r1 r2. അപ്പോൾ ഈ കേസിൽ ഡിസ്ക്രിമിനൻറ്റ് = 0 ആയിട്ടുള്ള കേസിൽ ഒരു റൂട്ടേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഈ റൂട്ടിനെ നമുക്ക് r1 എന്ന് വിളിക്കാം. ഇനി ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന കേസിൽ നമുക്ക് 2 റൂട്ടുണ്ട്, പക്ഷേ 2നും ഇമാജിനറി പാർട്ട് ഉണ്ടെന്നുള്ളതുകൊണ്ട് ഈ ഫസ്റ്റ് പോർഷനെ വേണമെങ്കിൽ നമുക്ക് r1 എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് അറ്റ് എ ടൈം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമല്ലേ ശരിയായിരിക്കുള്ളൂ. ഡിസ്ക്രിമിനൻറ്റ് പോസിറ്റീവോ നെഗറ്റീവോ 0 ഏതെങ്കിലും ഒന്നല്ലേ ആവുള്ളൂ. അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ r1 എന്ന് പറഞ്ഞ വേരിയബിൾ വേണമെങ്കിൽ നമുക്ക് -b/2a സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ദെൻ ഇമാജിനറി എന്ന് പറഞ്ഞ വേരിയബിൾ
റൂട്ട് ഓഫ് -d/2a സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. I എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് I എന്ന് പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യാൻ പോണത്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ കുറച്ച് പോർഷൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ എഴുതാം. അപ്പോൾ ജസ്റ്റ് വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ABC, R1, R2, ഇമാജിനറി D. ഇങ്ങനെ ഇത്രയും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യൻസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തു, എൻ്റർ ദി കോഎഫിഷ്യൻസ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് കോഎഫിഷ്യൻസ് എൻ്റർ ചെയ്യുന്ന ആൾക്കുള്ള മെസ്സേജാണ്. ജസ്റ്റ് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ആദ്യം എൻ്റർ ദി കോഎഫിഷ്യൻസ് എന്ന് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ABC 3 കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. 3 ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ %F ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് 3 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കണം. ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നു B² - 4AC ആയിരുന്നു. സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് ഓപ്പറേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ B × B എന്നാണ് എഴുതുക. B × B -4AC എന്ന് പറഞ്ഞാൽ 4 × A × C. അങ്ങനെ ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇഫ് എൽസ് വെച്ചിട്ട് ഇതിൻ്റെ ഓരോ കേസായിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റ് കേസ് D ഈസ് പോസിറ്റീവ്. അതായത് ഇഫ് D ഈസ് പോസിറ്റീവ് നമുക്ക് 2 റൂട്ട് ഉണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ D പോസിറ്റീവ് ആണെങ്കിൽ ഇഫ് D > 0 ആണെങ്കിൽ R1 എന്ന് പറഞ്ഞ റൂട്ട്, R2 എന്ന് പറഞ്ഞ റൂട്ട്. R1 ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ -B + √D/2a ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് SQRT എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഫംഗ്ഷൻ ഉണ്ട്. SQRT ഓഫ് D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് D. അതായത് SQRT എന്ന് എഴുതുക, എല്ലാം സ്മോൾ ലെറ്റർ ആണ്. SQRT എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതുക, ദെൻ പാരന്തസിസ് ഓപ്പൺ ചെയ്യുക. അതിനകത്താണ് നമുക്ക് SQRT എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ആ പാരന്തസിസിനകത്താണ് എഴുതുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ SQRT എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതുക, അതിന് വിത്തിൻ പാരാന്തസിസ് നമ്മുടെ ഏത് ആർഗ്യുമെൻറ്റിൻ്റെ ആണോ എന്തിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എഴുതുക. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് math.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണുള്ളത്. അപ്പോൾ നമ്മൾ SQRT ഉപയോഗിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ #include math.h എന്ന് സ്റ്റാർട്ടിങ്ങിൽ എഴുതണം. ഓക്കെ. ഇനി -B എന്ന് പറയുന്നത്, B എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ -B എന്ന് കൊടുക്കാം. ചില കമ്പൈലർ, നിങ്ങൾ മൊബൈൽ ആപ്പിനകത്തൊക്കെ ആയിരിക്കുമല്ലോ ഇത് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ചില സമയത്ത് ചില കമ്പൈലറിൽ -B എന്ന് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യണില്ല. അതുകൊണ്ടാണ് ഞാൻ -1 × B എന്ന് ഇവിടെ എഴുതിയത്. നിങ്ങൾ -B എന്ന് തന്നെ എഴുതി നോക്കൂ. -B + സ്ക്വയർ റൂട്ട് ഓഫ് D. ഇത്രയാണ് നമ്മുടെ ന്യൂമറേറ്റർ. ദാറ്റ് ഹോൾ ന്യൂമറേറ്റർ /2a ആണ്. അപ്പോൾ ഇതിനെ മൊത്തമായിട്ട് ബ്രാക്കറ്റിലിട്ടു. ഹോൾ ന്യൂമറേറ്ററിനെ, അതായത് -B + സ്ക്വയർ റൂട്ട് ഓഫ് Dനെ ബ്രാക്കറ്റിലിട്ടു. ആ ഹോൾ ന്യൂമറേറ്ററിനെയാണ് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്? 2a എന്ന് പറഞ്ഞ് ഡിനോമിനേറ്ററായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലാണ് 2a എഴുതുന്നത്. അതായത് 2 × a ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഡിവിഷൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹോൾ ന്യൂമറേറ്ററിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ a കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കും ചെയ്യാം. അപ്പം അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് മറക്കരുത്. 2a ബ്രാക്കറ്റിലിടണം, ഈ ന്യൂമറേറ്ററിനെയും ബ്രാക്കറ്റിലിടണം. ദെൻ R2ന് ഞാൻ -B എന്ന് തന്നെ എഴുതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് D/2a. അപ്പം ഇങ്ങനെ 2 റൂട്ടാണ് D > 0 ആണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടും കൂടെ പ്രിന്റ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് റൂട്ട്സ് R എന്ന് മാത്രം പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് R എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രിന്റ് ചെയ്യാം. റൂട്ട്സ് R എന്ന് പറഞ്ഞിട്ട് R1 R2 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. R1 R2 ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ %F വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ %F ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റൂട്ട് കിട്ടിയത് നിങ്ങൾക്ക് 3 ആണെന്നിരിക്കും. അപ്പോൾ 3.000 അങ്ങനെ 6 zeros ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സീറോസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ 2 ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ 3 ഡെസിമൽ പ്ലേസ് മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 0.2 എന്നിടുകയാണെങ്കിൽ 2 ഡെസിമൽ പ്ലേസസേ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പോൾ %.2f എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അതിൻ്റെ ഡെസിമൽ പോയിന്റിന് ശേഷം 2 വാല്യൂസ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ 3 ആണെങ്കിൽ 3.00 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ റൂട്ട്സ് ആർ %.2f ആൻഡ് %.2f. ഇത് കൊടുക്കണം എന്ന് 0.2 കൊടുക്കണം നിർബന്ധമല്ല. അപ്പോൾ 3.000 അങ്ങനത്തെ ഒരു വാല്യൂ വരുമെന്ന് മാത്രം. അപ്പോൾ റൂട്ട്സ് ആർ
കൊടുത്തു. ഇതിൻ്റെ പുറത്ത് വേണ്ടത് ഈ പെർസെൻറ്റേജ് എഫിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് R1, ഇതിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് R2. ആർഗ്യുമെൻസും കൊടുത്തു. അപ്പോൾ ഇത്രയാണ് d ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് d ഈക്വൽ ടു 0. അപ്പോൾ d ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലുള്ള കേസ് നമ്മൾ എഴുതി. അതല്ലെങ്കിൽ എൽസ് ഇഫ് d ഈക്വൽ ടു 0. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡബിൾ ഈക്വൽ ടു ഇടണം. d ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ റൂട്ട് എന്താണ്? -b/2a. സിംഗിൾ റൂട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ വേരിയബിൾ ഒന്നും എടുക്കണ്ട. R1. അപ്പോൾ നമുക്ക് d ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെയാണ് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ R1 R2 ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ R1 ഈക്വൽ ടു -b/2a. -b ഡിവൈഡഡ് ബൈ 2*a. അപ്പോൾ റൂട്ട് കണ്ടുപിടിച്ചു. അതിനുശേഷം അത് പ്രിന്റ് ചെയ്യാം. ഓൺലി വൺ റൂട്ട് ആൻഡ് ദാറ്റ് റൂട്ട് ഈക്വൽ ടു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. 0.2f. മെസ്സേജൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കാം. R1 എന്ന് പറഞ്ഞാൽ ഒറ്റ റൂട്ടേ ഉള്ളൂ. R1 പ്രിന്റ് ചെയ്തു. ഇനി d ഗ്രേറ്റർ ദാൻ 0യോ അല്ല, d ഈക്വൽ ടു 0യോ അല്ല എന്ന് പറഞ്ഞാൽ d ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ എൽസ്. ഈ എൽസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇഫിന്റെ എൽസ് ആണ്. അതായത് ഫസ്റ്റ് d ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി, അല്ലെങ്കിൽ എൽസ് ഇഫിൽ ഇവിടെ വന്നു d ഈക്വൽ ടു 0 ആണോ നോക്കി, ആണെങ്കിൽ ഇത് ചെയ്തു. അതും അല്ല എന്ന് പറഞ്ഞാൽ d ഗ്രേറ്റർ ദാൻ 0യോ അല്ല, d ഈക്വൽ ടു 0യോ അല്ല. അപ്പോൾ d ലെസ് ദാൻ 0 ആണ്. d ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് രണ്ട് റൂട്ട് ഉണ്ട്. ഇമാജിനറി റൂട്ടാണ്. അപ്പം അതിന് രണ്ട് പാർട്ട് ഉണ്ടായിരുന്നു. -b/2a പ്ലസ് റൂട്ട് -d/2a ആയി എന്നായിരുന്നു. അപ്പം -b/2a ഞാൻ R1 എന്ന് പറഞ്ഞ റൂട്ടിലേക്ക് വെക്കുകയാണ്. -b/2 അവിടെ വെച്ചു. ഇനി ഇമാജിനറി എന്ന് പറഞ്ഞ പോർഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ img എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഇവിടെ ഇമാജിനറിക്ക് img എന്ന് വേറെ വേരിയബിൾ എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ R2 എന്ന് പറഞ്ഞ വേരിയബിൾ അവിടെ ഇരിക്കുന്നുണ്ട്, അതെടുക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾ √1 √2 എന്നല്ലേ ഉദ്ദേശിച്ചെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇമാജിനറി വേറെ വേരിയബിൾ എടുത്തത്. എന്തായാലും ഈ കേസിൽ R1 മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഇതൊരു അഡീഷണൽ വേരിയബിൾ വരെയാണ്. എന്നാൽ ഇമാജിനറി പാർട്ടിന് വേറെ വേരിയബിൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ SQRT ഓഫ് -1 ഇൻറ്റു d ഡിവൈഡഡ് ബൈ 2*a. R1ഉം ഇമാജിനറി പാർട്ടും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്? ഇഫ് R1 is 3 ആൻഡ് ഇമാജിനറി പാർട്ട് is 2, then 3 + 2i 3 - 2i. ഇങ്ങനെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പ്രിന്റ് ചെയ്യുന്നു. 2 കോംപ്ലക്സ് റൂട്ട്സ് എന്നൊക്കെ വേണ്ടി പ്രിന്റ് ചെയ്തോളൂ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് റൂട്ട്സ് ആർ എന്ന് മാത്രം പറയാണ്. റൂട്ട്സ് ആർ ഫസ്റ്റ് റൂട്ട് 3 + 2i ആ ഫോമിലാണ് വരേണ്ടത്. അത് 3 എന്ന് വരുന്ന സ്ഥലത്ത് ഒരു %f വേണം. നേരത്തെ കൊടുത്ത പോലെ തന്നെ %.2f എന്ന് കൊടുക്കുകയാണ്. അതായത് 3.00 പ്ലസ്, അതായത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലസ് എന്ന് എഴുതുകയാണെങ്കിൽ അവിടെ പ്ലസ് തന്നെയാണ് ഔട്ട്പുട്ടിൽ വരിക. ആകെ നമ്മുടെ ഫോർമാറ്റ് സ്പെസിഫിക്കേഷനും \ക്യാരക്ടേഴ്സുമാണ് വേറെ രീതിയിൽ ഔട്ട്പുട്ടിൽ വരുള്ളൂ. അപ്പോൾ ഈ %.2f എന്ന് പറഞ്ഞ സ്ഥലത്ത് 3.00 എന്ന് വരും. ദെൻ പ്ലസ്, ഇനി അടുത്തത് 2 വരണം. അവിടെ എന്താ എഴുതുക? %.2f i. അപ്പോൾ 3 + 2i എന്നായി. ആൻഡ് ഇതേപോലെ അടുത്ത് എഴുതുക. ഞാൻ താഴെ എഴുതാണ് %.2f മൈനസ് %.2f i. ഇനി ഫസ്റ്റ് %.2f സ്ഥാനത്ത് എന്താ വരണ്ടേ? R1. ദെൻ ഇവിടെ വരേണ്ടത് ഇമാജിനറി പാർട്ട്. ദെൻ നെക്സ്റ്റ് %f സ്ഥാനത്ത് വരേണ്ടത് R1. അടുത്ത %f സ്ഥാനത്ത് വരേണ്ടത് ഇമാജിനറി. അപ്പം നമ്മുടെ രണ്ട് റൂട്ടും പ്രിന്റ് ചെയ്തു. അപ്പം നമ്മുടെ 3 കേസസുമായി d > 0, d = 0, d < 0 3 കേസുമായി. അത് കഴിഞ്ഞിട്ട് മെയിനിൻ്റെ റിട്ടേൺ 0 കൊടുക്കുകയാണ്. മെയിൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രോഗ്രാം.